സന്ദർശനത്തിന് അനുമതി ചോദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നത് പച്ചക്കള്ളമെന്ന് എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. ഒരു സർക്കാരിന്റെ കാലത്തും ഇത്ര മോശപ്പെട്ട അനുഭവം എൻ.എസ്.എസിന് ഉണ്ടായിട്ടില്ല. ഒരാളുടെ മുന്നിലും പിച്ചച്ചട്ടിയുമായി പോയി നിൽക്കാൻ താൻ തയ്യാറല്ല. പെരുന്ന ശുദ്ധീകരിക്കുമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തോടും കടുത്ത ഭാഷയിലാണ് സുകുമാരൻ നായർ പ്രതികരിച്ചത്. സുരേഷ് ഗോപി എൻ.എസ്.എസിനെ ഒരു പുല്ലും ചെയ്യാനില്ല. ആദ്യം അമ്മ സംഘടന പോയി ശുദ്ധീകരിക്കട്ടെയെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഈ റിപ്പോർട്ടോടുകൂടി ഈവനിംഗ് മലയാളം അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം രുചീഷ് പി രവീന്ദ്രൻ സോക്കർകാലയുമായി ചേരും. നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും അതികഠിനമായി കടന്നാക്രമിക്കുന്നു സുകുമാരൻ നായർ. ഏത് നിമിഷവും കാണാൻ തയ്യാറാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം പച്ചക്കള്ളമാണ്. സതീശൻ ഇരിക്കുന്നിടത്ത് ചെന്ന് കാണാമെന്ന് പറഞ്ഞിട്ടും കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം തന്നിട്ടില്ല. പിന്നെ 6 ദിവസം കഴിഞ്ഞാണ് പേഴ്സണൽ സെക്രട്ടറി കാണാമെന്നറിയിച്ച് തിരിച്ചു വിളിച്ചത്. എന്നാൽ ഔദ്യോഗിക പരിപാടിയായതിനാൽ അത് വേണ്ടെന്ന നിലപാട് എൻ.എസ്.എസ് സ്വീകരിച്ചെന്നും സുകുമാരൻ നായർ. പച്ചക്കള്ളമാണ്. അനുമതി കൊടുത്തത് ഇതാണ്. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു എറണാകുളത്ത് വന്നാൽ കാണാം. എറണാകുളത്ത് ചെന്ന് കാണേണ്ടതല്ല എന്ന് ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുകയും ചെയ്തു. എന്നാൽ ഞാൻ പറയാം എന്ന് മന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം എന്ന് അയാൾ പറഞ്ഞതിന് ശേഷം മന്ത്രിയും വിളിച്ചിട്ടില്ല, അയാളും വിളിച്ചിട്ടില്ല. സമുദായ നേതാക്കൾക്കെതിരായ പരാമർശങ്ങൾ ഒരാളുടെ നിർദ്ദേശപ്രകാരം നടത്തിയതാണെന്ന് വി.ഡി. സതീശൻ തന്നോട് നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. ഫോണിൽ അദ്ദേഹം എന്നോട് ആദ്യമേ സംസാരിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് അത് അയാൾ കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ, നമുക്ക് കാണണം എന്ന് പറഞ്ഞേച്ച് ഫോൺ താത്തു വെക്കാരും സാറേ. അല്ല വേറെ ഒരു കാര്യം എന്തിനാണ് നമുക്ക് എപ്പോഴാണ് സൗകര്യം? ഞാൻ ബഡ്ജറ്റിൻ്റെ തിരക്കിലാണ്, ഇതൊക്കെ പറയാമല്ലോ. അതൊന്നും പറഞ്ഞില്ല, വേറും കള്ളത്തിലാണ് പറയുന്നത്. ബാക്കിയല്ല. ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നയാളെന്ന പരിഗണന പോലും തനിക്ക് തന്നില്ല. ഇനി മുഖ്യമന്ത്രിയെ കാണാൻ താല്പര്യമില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. പിണറായി എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുമായിരുന്നു. രമേശ് ചെന്നിത്തല പോലും മുഖ്യമന്ത്രിയെ തിരുത്താനുള്ള ധൈര്യം കാണിക്കുന്നില്ല. കോൺഗ്രസിന് ഹൈക്കമാൻഡ് ഉണ്ടോ എന്നും രാഹുൽ ഗാന്ധി എവിടെയാണെന്നും പരിഹാസം. സുരേഷ് ഗോപിക്കെതിരായ വിമർശനം ഇതിലും കടുത്ത ഭാഷയിൽ. എൻ.എസ്.എസിന്റെ ബജറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് അനുവാദമില്ലാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സുരേഷ് ഗോപി വലിഞ്ഞുകയറി വന്നു. അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ ദിവസം ബി.ജെ.പിയുമായി അടുപ്പം സ്ഥാപിക്കാനുള്ള ഉദ്ദേശവുമായാണ് സുരേഷ് ഗോപി വന്നതെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചു. എന്നിട്ടിപ്പോൾ പെരുന്നയെ ശുദ്ധീകരിക്കുമെന്ന് പറയുന്നു. സുരേഷ് ഗോപി പെരുന്നയെ ഒരു പുല്ലും ചെയ്യാനില്ല. ഈ സുരേഷ് ഗോപി ആരാ സാറേ? ജനിച്ച പിന്നെ എൻ.എസ്.എസ് കയറുന്നത് അന്ന് ഇവിടെ പുഷ്പാർച്ചന നടത്താൻ അയാൾ കയറുന്നു. ആരാ ഇയാൾ? എൻ.എസ്.എസിനെ തീർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളവരാരും അവർ തീർന്നിട്ടുള്ളതല്ലാതെ ഇവിടെ വേറെ ഞങ്ങൾക്കൊന്നും ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. ഇയാളൊരു പുല്ലും ചെയ്യാനല്ല എൻ.എസ്.എസിന്. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണനെ പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടത് സുരേഷ് ഗോപിയാണ്. സി.പി. രാധാകൃഷ്ണൻ മുൻപ് വന്നപ്പോൾ എൻ.എസ്.എസ് നന്നായി സ്വീകരിച്ചതാണ്. ഉപരാഷ്ട്രപതിയുടെ പരിപാടിയുടെ ഷെഡ്യൂളിലേക്ക് അവസാന നിമിഷം മന്നം സമാധിയിലെ പുഷ്പാർച്ചന ചേർത്തതിൽ രാഷ്ട്രീയമുണ്ടെന്നും സുകുമാരൻ നായർ പ്രതികരിച്ചു. വി.ഡി. സതീശനുമായി നിലനിൽക്കുന്ന സുകുമാരൻ നായരുടെ പ്രശ്നങ്ങൾ ഇതോടെ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ പരിഗണിക്കുന്നു പോലുമില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു. ന്യൂസ് മലയാളം, കോട്ടയം.